don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. I'm kinda stuck between a rock and a hard place. Do I work hard or live at my pace? You're only young once, yeah that's all great, but I also want a future where I'm okay. ഹലോ പെറ്റ് ലവേഴ്സ്, ഇന്ന് നമ്മൾ കുഞ്ഞന്മാരുടെ വിശേഷങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്. അപ്പൊ ഇവന്മാരെ കാണുമ്പോൾ നമ്മുടെ എലീനെയൊക്കെ പോലെ ഇരിക്കുമെങ്കിലും ആൾക്കാർ എലിയല്ല കേട്ടോ. എലിയുടെ തന്നെ ബ്രീഡിൽ വരുന്ന ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ഐറ്റം ആണ്. ഹാംസ്റ്റേഴ്സിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് സെറിയൻ ഹാംസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ കുഞ്ഞന്മാര് പല കളേഴ്സിലുണ്ട് കേട്ടോ. ഇപ്പൊ ഈ എന്റെ കയ്യിലിരിക്കുന്നുണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്, അതായത് ഫൗണ്ട് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട്, ഗോൾഡ് ആൻഡ് വൈറ്റിൽ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ബ്രൗൺ ആൻഡ് വൈറ്റിൽ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. കാണാനും നല്ല ക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർ നമ്മളെ കടിക്കത്തൊന്നുമില്ല കേട്ടോ. കടിക്കുകയോ മാന്തിയോ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഇവരെ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ട് എടുത്തിട്ട് തന്നെ കണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല കമ്പനിയാണ് ആൾക്കാർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന്റെ പല കളേഴ്സ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്, കണ്ടോ. അതിനകത്ത് ഈ പറയുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഫൗണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്, അങ്ങനെ പല ഷെയ്ഡിൽ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ ചില സമയങ്ങളിൽ ഇവരുടെ റേറ്റ് ഭയങ്കര ലോ ആയിരിക്കും, പക്ഷെ ഇപ്പം നല്ല ഡിമാൻഡ് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പീസിന് റേറ്റ് വരുന്നത് 750 രൂപയാണ്. പിന്നെ നിങ്ങൾക്ക് പെയർ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇവരുടെ ഫുഡ് ഐറ്റംസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഫുഡ് ഐറ്റംസ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം, വെജിറ്റബിൾസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ഇവന്മാർ കഴിച്ചോളും. നിങ്ങൾ ഫുള്ളായിട്ട് കൊടുക്കരുത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാറ്റ് ഫുഡും ഇവർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാറ്റ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു തവണ മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു നേരം മാത്രമേ നിങ്ങൾ കാറ്റ് ഫുഡ് ഫീഡ് ചെയ്യാവുള്ളൂ. അതേസമയം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവർക്ക് കൊടുക്കാം. അത് കഴിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വന്നത് കൊല്ലം ജില്ലയിലുള്ള ഗ്രീൻ പേൾ പെറ്റ് ഷോപ്പിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഹാംസ്റ്റർമാരെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഹാംസ്റ്റർ കുട്ടന്മാരെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവര് പട്ടീനെയും പൂച്ചേനെയും പോലെയൊന്നും അല്ല. ഇവര് ഭയങ്കര ചെറുതാണ്, കണ്ടില്ലേ. അപ്പൊ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇവരെ കൊണ്ടുപോകാം. അതാണ് ഇവരുടെ പ്രത്യേകത. കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, അതായത് കാക്കയോ പരുന്തോ അല്ലെങ്കിൽ പൂച്ചയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാത്ത പക്ഷം നമുക്ക് ഇവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ലോൺലി ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം സമയമില്ല, ഇവരെയൊക്കെ നോക്കാനായിട്ട് അധികം സമയമില്ല, വലിയ വലിയ ലാർജ് ബ്രീഡ്സിനെയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലത്തെ മിനി ആയിട്ടുള്ള സ്മോൾ ബ്രീഡ്സിനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ഹാംസ്റ്റേഴ്സിനെയൊക്കെ. അപ്പം ഇത് നമ്മൾ ഈ ഫിഷ് ടാങ്കിലൊക്കെ ഇടാം കേട്ടോ. ഇവരെ ഫിഷ് ടാങ്കിൽ ഇട്ട് നിങ്ങൾക്ക് വളർത്താനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഇവർ കിടന്നോളും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കേജസിൽ ഇവരെ വളർത്താവുന്നതാണ്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു സ്പേസിൽ എത്ര പേരാണ് ചുരുണ്ടുകൂടി ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേജസിനും ഫിഷ് ടാങ്കിലും നമ്മൾ വളർത്തുന്ന സമയത്ത് അവരുടേതായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, കരിയിലകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് അവർക്ക് ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതേപോലെ ഒരുപാട് ബ്രീഡ്സിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.